ഈസ്റ്റർ ആയ ഇവിടെ അപ്പവും സ്റ്റൂ നിർബന്ധം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്ന സ്റ്റൂ ആണ്. അതിലേക്കുള്ള ഉള്ളിയാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് ഇന്നലെ തന്നെ വേവിച്ച് വെച്ചു. പിന്നെ ഡാഡിയാണ് ഇന്ന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. മമ്മീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത് കേട്ടോ. ഇന്ന് ഓരോരുത്തർക്കും ഓരോ പണിയാണ്. അങ്ങനെ മമ്മിയും ഡാഡിയും അപ്പുറം സ്റ്റൂവും അപ്പം എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ചെറുതാക്കി അരിഞ്ഞ് തരാൻ വേണ്ടി പറഞ്ഞു. ചോപ്പർ ഉള്ളതുകൊണ്ട് എനിക്ക് പണി എളുപ്പമായിരുന്നു. അങ്ങനെ കട്ട്ലറ്റിന് വേണ്ട ക്യാരറ്റും കേബേജും കിഴങ്ങും എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ സ്റ്റൂ റെഡിയായി. അപ്പോൾ സ്റ്റൂ ഒക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എടുത്തിരുന്ന ഇച്ചായനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലേവ്ക്കുട്ടി എഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ലേവ്ക്കുട്ടീനെ ഒന്ന് റെഡിയാക്കി പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇപ്പോൾ ലേവ്ക്കുട്ടിക്ക് സ്വന്തം പല്ല് തേക്കണം കേട്ടോ. അവൾ പല്ല് വെച്ച് കഴിഞ്ഞാലേ നമ്മളെ കൊണ്ട് തേക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അപ്പയും മോളും കൂടി നിന്നിട്ട് പല്ലൊക്കെ തേക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കുക. അങ്ങനെ ലേവ്ക്കുട്ടി ഒന്ന് റെഡിയായി വന്ന് എല്ലാവരും അപ്പവും സ്റ്റൂ ഒക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ചായ വെച്ചില്ല എന്ന് മനസ്സിലായത്. പിന്നെ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് ആരും ചായ ചോദിച്ചുമില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞു. ഇനി നേരെ ഉച്ചത്തേക്കുള്ള പരിപാടി. അപ്പോൾ പോർക്കാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ പോർക്കെല്ലാം വരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇച്ചായം വന്നിട്ട് കുറച്ച് കുരുമുളക് കുറവാന്ന് പറഞ്ഞിട്ട് കുരുമുളക് ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവസാനം ക്രെഡിറ്റ് പറയാൻ വേണ്ടിയിട്ടായിരിക്കും കുരുമുളക് ഇട്ട് പോയിട്ടുണ്ടാവുക. ഇനി അടുത്ത മാങ്ങാക്കറി ഉണ്ടാക്കണം. അങ്ങനെ മാങ്ങാക്കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വറവിട്ടെടുത്താൽ മാത്രം മതി. ഇന്ന് പിന്നെ ചേച്ചിയും ചേട്ടനും പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എത്തുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കണം. ഈസ്റ്ററിന് പിന്നെ ബീഫ് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ ബീഫ് വാങ്ങിയിട്ടില്ല കേട്ടോ. ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ചേച്ചി ബീഫ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സാധാരണ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ബീഫ് മോരുകറിയൊക്കെ വെക്കൽ. ഈ വട്ടം മോരുകറി മാറ്റി പിടിച്ച് മാങ്ങാക്കറിയാക്കി. ഇസാന് മാങ്ങാക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വട്ടം മാങ്ങാക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വറവിട്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ഉള്ളത് പപ്പടം വറുക്കാൻ. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിരുന്നു. അങ്ങനെ പപ്പടവും വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി. ലേവ്ക്കുട്ടി എല്ലാവരും കണ്ടപ്പോൾ ആ കൺഫ്യൂഷനായി നിൽക്കുക കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെ ആരടുത്തും അങ്ങനെ പോകുമൊന്നുമില്ല. ഇനി കുറച്ച് സമയം എടുക്കും എല്ലാവരോടും ഒന്ന് കൂട്ടായി വരാൻ. അതിൻ്റെ ഇടയിൽ എല്ലാവരോടും ഒന്ന് വിശേഷവും ചോദിച്ചു. പിന്നെ ചേച്ചി കട്ട്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചീൻ്റെ കട്ട്ലറ്റും തിന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. പ്ലേറ്റും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കറികൾ ഓരോന്ന് കൊണ്ടുവയ്ക്കുക, വേഗം ഫുഡ് കഴിക്കുക. ലേവ്ക്കുട്ടി അവിടെ നിന്ന് ഓരോന്ന് വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചേച്ചിമാരെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം മമ്മീൻ്റെ അപ്പവും സ്റ്റൂവും കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പവും സ്റ്റൂവും കട്ട്ലറ്റും പിന്നെ ചോറും കറികളെല്ലാം എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. ഇനി കുറച്ച് നേരം റെസ്റ്റ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും അവർക്ക് പോകാനുള്ള സമയം. അപ്പോൾ ചേച്ചിയും ചേട്ടനും എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ വീട്ടിൽ ഈസ്റ്റർ ആഘോഷം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ഞങ്ങൾ 5 പേരും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഈസ്റ്റർ ആഘോഷമൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങളുടെ 3 പേരെ ബർത്ത്ഡേയും നോമ്പിൻ്റെ സമയത്തായതുകൊണ്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈസ്റ്ററിന് കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പോൾ കേക്കൊക്കെ മേടിച്ച് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും പിന്നെ പിള്ളേരെ 2 പേരും കൂടി കൂട്ടി ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്തു. കേക്ക് കണ്ട തിരക്കിലാണോ എന്നറിയില്ല, തിരി ഊതാൻ വേണ്ടി മറന്നുപോയി. പിന്നെ കട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തിരി ഊതുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി നിന്നിട്ട് ആദ്യമായിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി കേക്ക് മുറിച്ച് തന്നെ ഇനി അടുത്ത പണി എല്ലാവർക്കും കൊടുക്കാന്നുള്ളതാണ്. ഇന്ന് പിന്നെ ആൾ കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ ലേവ്ക്കുട്ടി അപ്പക്കൂട്ടിനെ ഉള്ളതുകൊണ്ട് അവർക്കും കൊടുത്തു. ലേവ്ക്കുട്ടി എല്ലാവരുടെ അടുത്തുനിന്നും കേക്ക് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിച്ച് തന്നെ എല്ലാവർക്കും കൊടുത്തതിന് നേരെ ഇരുന്നത് ഫുഡ് കഴിക്കാനായിട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും തിരക്കിലെടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ മക്കൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ലേവ്ക്കുട്ടിക്കാണെങ്കിൽ അപ്പുക്കുട്ടനെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. 2 പേരും കൂടി ഇരുന്നങ്ങ് കളിച്ചോളും. അപ്പു ആണെങ്കിൽ അതുപോലെ കൊണ്ടു നടന്ന് കളിപ്പിക്കുകയും ചെയ്തോളും. അങ്ങനെ 2 പേരും കൂടി സമാധാനത്തിലിരുന്ന് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കാമെന്ന് വെച്ച് മെല്ലെ പുറത്തേക്ക് പോയി. പിന്നെ മക്കളുള്ളതുകൊണ്ട് വലിയ സൗണ്ടുള്ള പടക്കങ്ങളൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. ചെറിയ കമ്പിത്തിരിയും മത്താപ്പും അങ്ങനെ ചെറിയ ചെറിയ പടക്കങ്ങൾ അങ്ങ് പൊട്ടിച്ച് ഈസ്റ്റർ അങ്ങ് ആഘോഷിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തോടെ ഒരു ഈസ്റ്റർ അങ്ങ് ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. പിന്നെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്ന് കളിയും സംസാരമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു പിന്നെ രാത്രിയായി വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.